$283 ബില്യൺ പ്രതിവർഷ വരുമാനമുള്ള ഇന്ത്യൻ IT മേഖലയുടെ നട്ടെല്ലായ കമ്പനിയാണ് മുംബൈ ആസ്ഥാനമായ ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. ഇന്ത്യൻ IT മേഖലയിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവായ കമ്പനി 2025-26 സാമ്പത്തിക വർഷം 12,000 ജീവനക്കാരെ പിരിച്ചുവിടും എന്ന TCSന്റെ പ്രഖ്യാപനമാണ് രാജ്യത്തിനകത്തും പുറത്തും സോഷ്യൽ മീഡിയയിലുമെല്ലാം ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. നിർമ്മിത ബുദ്ധിയുടെ വരവാണ് TCSലെ ഈ കൂട്ട പിരിച്ചുവിടലിന് പിന്നിൽ എന്നാണ് IT രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ശരിക്കും എന്താണ് TCSലെ കൂട്ട പിരിച്ചുവിടലിന് പിന്നിൽ? AI തന്നെയാണോ വില്ലൻ? വിശദാംശങ്ങൾ ഡാറ്റാ ഷീറ്റിൽ പരിശോധിക്കാം. TCSലെ കൂട്ട പിരിച്ചുവിടൽ ഇതിനകം ചർച്ചയായിട്ടുണ്ട്. അതിങ്ങനെയാണ്: കമ്പനിക്ക് രാജ്യാന്തര തലത്തിൽ ആകെയുള്ളത് 6,13,00,000 ജീവനക്കാരാണ്. 6,13,000 ജീവനക്കാരാണ്. 2% ജീവനക്കാരെ പിരിച്ചുവിടുമെന്നാണ് TCSന്റെ പ്രഖ്യാപനം ഇതിനകം വന്നിട്ടുള്ളത്. 2025-26 സാമ്പത്തിക വർഷം ഏകദേശം 12,000 പേർക്ക് ഒറ്റയടിക്ക് ജോലി നഷ്ടമാകും എന്നതാണ് ഇത്ര വലിയ ചർച്ചയാകാൻ കാരണം. ജോലി നഷ്ടപ്പെടുന്നവരിലേറെയും സീനിയേഴ്സും മിഡ് ലെവൽ ജീവനക്കാരുമാണ് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഭാവിയിലേക്കായി കമ്പനിയെ സജ്ജമാക്കുന്നതിനായാണ് നടപടിയെന്നാണ് കമ്പനി ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. സേവനം തടസ്സപ്പെടാത്ത വിധമായിരിക്കും പുനഃക്രമീകരണമെന്ന് കമ്പനി ഉപഭോക്താക്കളോടായി വ്യക്തമാക്കിയിട്ടുണ്ട്. സാങ്കേതിക മേഖലകളിൽ നിക്ഷേപവും അടിസ്ഥാന സൗകര്യ വികസനവും ആണ് പരിഗണന എന്ന് കമ്പനി നേതൃത്വം പറയുന്നു. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായാണ് കമ്പനി നീക്കമെന്നാണ് ഇതിനകം വന്നിരിക്കുന്ന ആരോപണം. നിർമ്മിത ബുദ്ധി സ്വാധീനമാണ് പിരിച്ചുവിടലിന് കാരണം എന്നാണ് വിമർശനം. തൊഴിൽ നൈപുണ്യം ഇല്ലാത്തവരെയാണ് പിരിച്ചുവിടുന്നത് എന്ന് കമ്പനി പറയുന്നു. AI വന്നതോടെ ജോലിയിൽ കുറവ് ആളുകൾ മതി എന്നതിനാലല്ല മാറ്റമെന്നാണ് TCS ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഉയർന്ന നിലവാരമുള്ള പ്രതിഭകളെ കമ്പനിയുടെ ഭാഗമാക്കുമെന്ന് TCSന്റെ CEO കൃതി വാസൻ ഇതിനകം പറഞ്ഞിട്ടുണ്ട്. ജീവനക്കാർക്കുള്ള ആഭ്യന്തര മാനവ വിഭവശേഷി നയങ്ങൾ ജൂൺ 12 മുതൽ TCS കർശനമാക്കിയിട്ടുണ്ട്. ജീവനക്കാർ വർഷത്തിൽ കുറഞ്ഞത് 225 പ്രവൃത്തി ദിവസം പ്രൊജക്റ്റിൽ ജോലി ചെയ്യണം എന്നത് പുതിയ നയത്തിൻ്റെ ഭാഗമാണ്. ഒരു വർഷം റിസർവ് ബെഞ്ചിൽ ഇരിക്കാവുന്ന സമയം പരമാവധി 35 ദിവസമായി ചുരുക്കിയിട്ടുണ്ട്. റിസർവ് ബെഞ്ചിലെങ്കിലും സ്കിൽ അപ്ഡേഷൻ നടത്തണം, ഓഫീസ് ഹാജർ നിർബന്ധമാണ് എന്ന് TCSന്റെ പുതുക്കിയ നയം പറയുന്നു. പുതിയ അസൈൻമെൻറ്റ് കണ്ടെത്താനുള്ള പ്രാഥമിക ഉത്തരവാദിത്തം ജീവനക്കാർക്കാണ് എന്നുകൂടെ കമ്പനി പറയുന്നു. ജീവനക്കാരുടെ പ്രകടനവും ജോലിക്ക് അനുയോജ്യരോ എന്നതും കമ്പനി പതിവായി വിലയിരുത്തും എന്നത് പുതിയ നയത്തിൻ്റെ ഭാഗമായി പറയുന്നു. ജീവനക്കാർ ജോലിയിൽ തുടരുന്നതിന് ടെസ്റ്റുകൾ ഉൾപ്പെടെ പാസ്സാകണം. ഇതൊക്കെ നേരത്തെ ഉള്ളതാണ്, പക്ഷേ പുതിയ നയത്തിലും പറയുന്നുണ്ട്. ദീർഘകാലം പ്രൊജക്റ്റ് ഇല്ലാത്തതിന് ശമ്പളം, കരിയർ വളർച്ച എന്നിവയെ ബാധിക്കാം പ്രൊജക്റ്റ് ഇല്ലാതിരുന്നാൽ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിരിച്ചുവിടലിലേക്ക് വരെ കാര്യങ്ങളെ എത്തിച്ചേക്കാമെന്നാണ് ആശങ്ക. എന്നുവെച്ചാൽ കൂടുതൽ പിരിച്ചുവിടൽ ഉണ്ടാകുമെന്ന്. മനുഷ്യത്വരഹിതവും ചൂഷണാത്മകവുമായ നയമാണ് കമ്പനിയുടേതെന്ന് ജീവനക്കാർ വിമർശിക്കുന്നു. IT മേഖലയിലെ ഭീഷണി ഒരു യാഥാർത്ഥ്യമാണോ എന്നുകൂടെ ചിന്തിക്കുകയാണ്. ആഗോളതലത്തിൽ IT കമ്പനികൾ ജീവനക്കാരെ കുറക്കുന്നത് ഇതുകൊണ്ടാണോ എന്ന് സംശയം വരുന്നു. കൂടുതൽ തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് IT വ്യവസായ കൂട്ടായ്മയായ നാസ്കോം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. AI സ്വാധീനം പരമ്പരാഗത സേവന രീതികളെ മാറ്റിയെഴുതുമെന്ന് മുന്നറിയിപ്പ് ഉണ്ട്. IT മേഖലയിൽ ആവർത്തന സ്വഭാവമുള്ള ജോലികൾ AI വഴി ഓട്ടോമേറ്റ് ചെയ്യപ്പെടുകയാണ്. കോഡിംഗ്, ഡാറ്റ എൻട്രി, ടെസ്റ്റിംഗ്, ഡോക്യുമെൻറ്റേഷൻ സെക്ടറുകളിൽ AIയുടെ സ്വാധീനം വളരെ വലുതാണ്. കമ്പനി കോഡിംഗിൽ 30% നിർവഹിക്കുന്നത് AI ഉപയോഗിച്ചാണെന്ന് മൈക്രോസോഫ്റ്റ് ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് AI ഓട്ടോമേഷൻ്റെ ഭാഗമായി കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയിരുന്നു നേരത്തെ. ഗൂഗിൾ കൂട്ടപ്പിരിച്ചുവിടലും സ്വയം പിരിഞ്ഞു പോകാൻ ഓപ്ഷനും നൽകിയിട്ടുണ്ട് എന്നുകൂടെ നമ്മൾ അറിയുന്നു. ഇത്രയുമാണ് വിശദാംശങ്ങളായിട്ടുള്ളത്. ഇപ്പോൾ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി ആളുകളുടെ തൊഴിലില്ലാതാക്കും എന്നത് നേരത്തെ തന്നെ ചർച്ച നമ്മുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്കകത്തും അടക്കം ചർച്ചയായ കാര്യമാണ്. ഇതിപ്പോൾ അത് സംഭവിക്കുകയാണ് എന്നാണ് നമ്മൾ ഈ വാർത്തകൾക്കും കരുതുക. പക്ഷേ TCS അത് നിഷേധിക്കുകയാണ്. എങ്ങനെ കാണണം നമ്മളതിനെ? അല്ല, അത് ഈ പല കാലങ്ങളിൽ ഇത്തരത്തിലുള്ള പിരിച്ചുവിടലുകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഗ്ലോബൽ റിസഷൻ വന്നപ്പോൾ 2008 മുതൽ ഈ IT ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ 2008 മുതലാണ് പല ഘട്ടങ്ങളിലായി ഇത്തരത്തിലുള്ള പിരിച്ചുവിടലുകൾ ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോൾ 2008-ലും 2016-ലും 2020-ലും 2022-ലും 2025-ലും ഇപ്പോൾ പിരിച്ചുവിടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യൻ കമ്പനികളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഇവർ ക്ലയൻസിനെ ആകർഷിക്കാൻ വേണ്ടി, ഒപ്പം ഈ ഓഹരി വിപണിയിലെ വളർച്ചയ്ക്ക് വേണ്ടി, ഇത് പല തലത്തിൽ നിൽക്കുന്ന ഒരു സംവിധാനമാണല്ലോ. ഈ കോർപ്പറേറ്റുകൾ ചെയ്യുന്നത് കൂടുതൽ ആളുകളെ ജോലിക്കെടുക്കും. ഇത് വേറൊരു ഇമേജാണ് കമ്പനിക്ക് കൊടുക്കുക. അപ്പോൾ ആവശ്യമുള്ളതിലധികം ആളുകൾ അവർക്ക് റിസർവ് ബെഞ്ചിലുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ റിസർവ് ബെഞ്ച് അവരുടെ ബെഞ്ച് പോളിസി പുതുക്കിയിട്ടുണ്ട്. അതനുസരിച്ച് 35 ദിവസത്തിൽ കൂടുതൽ പ്രോജക്റ്റ് ഇല്ലാതെ ബെഞ്ചിലിരിക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. അതിനേക്കാൾ കൂടുതൽ കാലം പലപ്പോഴും ഇരിക്കേണ്ടി വരാറുണ്ട്. ഇതിപ്പോൾ പല സ്കില്ലുള്ള ആളുകളാണ് ഇതിലേക്ക് വരിക. യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു വലിയ കടൽ പോലെ കിടക്കുകയാണ്. 6 ലക്ഷത്തിന് മുകളിൽ ജീവനക്കാരുള്ളത്. ഒരാളുടെ സ്കില്ലൊക്കെ കൃത്യമായി തിരിച്ചറിയുന്നതിന് ഈ കോർപ്പറേറ്റുകളിലൊക്കെ എത്രത്തോളം അവർക്ക് പറ്റുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഒരാൾ ഈ സാങ്കേതിക വിദ്യയിലായിരിക്കും ഒരാൾക്ക് കൂടുതൽ ശേഷിയെങ്കിൽ മറ്റൊരാൾക്ക് പ്രോജക്റ്റ് മാനേജ്മെൻറ്റിലോ മറ്റ് ക്ലയൻറ്റുകളെ കൊണ്ടുവരുന്നതിലൊക്കെ ഇവരൊക്കെ യഥാക്രമം ഇതിന് വേണ്ട സ്ഥലത്ത് തന്നെയാണോ നിയോഗിക്കപ്പെടുന്നത് എന്ന കാര്യത്തിലൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിനകത്തൊന്നും യാതൊരു ഉത്തരവാദിത്വം കമ്പനിക്കില്ല. അതായത് കമ്പനി എന്ന സങ്കല്പത്തിന് യാതൊരു ഉത്തരവാദിത്വമില്ല. ഇതൊക്കെ നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ
നടത്തിക്കോളാം, നിങ്ങൾ ഒരു കണക്കിന് പറഞ്ഞാൽ ഈ നോക്കുകൂലിയാണ് കമ്പനി മേടിക്കുന്നത്. അതായത് ഇവർ ചില പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു, ജീവനക്കാർ ഇവിടെ വന്നിരിക്കുന്നു. ഇത് ശരിക്ക് IT-യിൽ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വിചിത്രമായി തന്നെ നമുക്ക് ഈ കാര്യങ്ങളെ തോന്നും. അപ്പോൾ ഈ സ്കിൽ ഡെവലപ്മെൻറ്റിലും അല്ലെങ്കിൽ ആ രീതിയിൽ പുതുക്കാനുമൊക്കെയുള്ള അവസരങ്ങൾ ധാരാളം കൊടുക്കുന്നുണ്ട്, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ പ്രശ്നം ജീവനക്കാരൻ നിന്ന നിപ്പിൽ പറഞ്ഞു വിടുന്നതിന് ഒരു ദാക്ഷിണ്യവും ഇല്ലാത്ത ഒരു സംവിധാനമാണ് IT കമ്പനികൾ എന്നുള്ളതാണ്. സത്യത്തിൽ ഏറ്റവും കൂടുതൽ സത്യത്തിൽ തൊഴിലാളി സംഘടനകളുടെ ഒരു പ്രവർത്തനമൊക്കെ ഉണ്ടാവേണ്ട മേഖല ഏതാണ്? ഞങ്ങൾ തൊഴിലാളികളാണെന്നുള്ള ബോധ്യം അവരവർക്കുണ്ടാകേണ്ട മേഖലയും ഈ IT മേഖലയാണ്. ഇപ്പോൾ കുറേയൊക്കെ സജീവമായി പല മേഖലകളിലും, ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ IT രംഗത്തെ തൊഴിലാളികൾ സംഘടനാ പ്രവർത്തനമൊക്കെയായി കുറേ കൂടി സജീവമാണ്. അവരവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ വലിയ കടൽ പോലെ കിടക്കുന്ന ഒരു കോർപ്പറേറ്റ് സംവിധാനത്തിനകത്ത് വിചിത്രമായ, ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത്തരത്തിൽ നോക്കുകൂലി വാങ്ങുന്ന ഒരു സംവിധാനത്തിനകത്ത് അത് എത്രത്തോളം സാധ്യമാണ് എന്നത് അറിയില്ല. ഇതിനകത്ത് നേരത്തെ ആദ്യകാലത്തൊക്കെ IT മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ സ്വയം തൊഴിലാളികളായിട്ട് പരിഗണിച്ചിരുന്നില്ല. ഇപ്പോൾ നമ്മൾ കത്തോലിക്ക സഭയുടെ ഭാഗമായിരിക്കുന്ന ആളുകൾ ബജരംഗത്തിൽ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ പെട്ടെന്ന് ഈ പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് തിരിച്ചറിഞ്ഞതുപോലെ ഈ സമീപകാലത്ത് ഇങ്ങനെയുള്ള ചില കുഴപ്പങ്ങൾ വന്നപ്പോഴാണ് IT മേഖലയിൽ പണിയെടുക്കുന്ന പല ആളുകളും ഞങ്ങൾ തൊഴിലാളികളാണല്ലോ എന്നൊരു തിരിച്ചറിവിലേക്ക് വന്നു. പ്രവർത്തകർക്ക് ഇതുവരെ ആയിട്ടില്ല. പല മേഖലകളും പല മേഖലകളുണ്ട്. ഇപ്പോൾ 12,000 ആളുകൾക്ക് ഇതിനകത്ത് ഒറ്റ കാര്യം ഞാൻ പറയാം, അതായത് പ്രവർത്തന മികവില്ലാത്തവരെയാണ് പിരിച്ചുവിടുന്നതെന്നാണ് കമ്പനി ഔദ്യോഗികമായിട്ട് പറഞ്ഞൊരു കാര്യം. പ്രവർത്തന മികവ് ഇല്ലാത്ത ആളുകളെയാണ് പിരിച്ചുവിടുന്നത് എന്ന പ്രവർത്തന മികവ് അതാണ് ഇതിനകത്ത് ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു കാര്യം. അതായത് ഈ പറയുന്ന പ്രശ്നം പ്രവർത്തന മികവ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇവർ അളക്കുക എന്നുള്ള ഒന്ന്. രണ്ടാമത്തേതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കമ്പനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. അതായത് തൊഴിലാളികൾ എന്തെങ്കിലും ഉത്തരവാദിത്വമുള്ള മാനേജ്മെൻ്റ് അല്ല, നഗ്നമായിട്ട് ലാഭം ചൂഷണം ചെയ്യുക എന്ന പരിപാടിയല്ലാതെ തൊഴിലാളികളോട്, അതായത് ഇവർ മികവ് വിലയിരുത്തിയിട്ട് ഇൻ്റർവ്യൂ നടത്തി അകത്തേക്ക് എടുത്തിട്ട് ആവുന്നിടത്തോളം പണിയെടുപ്പിച്ച ആളുകളെ ചണ്ടിയാക്കിയതിനു ശേഷം പുറത്തേക്ക് വിടുമ്പോൾ അക്കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും യാതൊരു ഉത്തരവില്ല എന്നാണ് ഇവരിപ്പോൾ ഒരു നിലപാടായിട്ട് പറയുന്നത്. അത് ക്ലാസിക്കായിട്ടുള്ള തൊഴിലാളി വിരുദ്ധ നിലപാടാണ്. അത് ആളുകൾ തിരിച്ചറിഞ്ഞ അതിലേക്കുള്ള പ്രതിഷേധങ്ങളൊക്കെ വരുമായിരിക്കും. ഇതിനകത്ത് ഒരു കാര്യം കൂടിയുള്ള ഹർഷം, അതായത് ഇത് ഇന്ത്യൻ സർക്കാർ ഒരു 3-3.5 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ലക്ഷ്യമിടുകയാണ്. കാരണം ഇവിടെ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ തന്നെ ഉണ്ടെന്ന ആക്ഷേപം കേന്ദ്ര സർക്കാരിനെതിരെ ഉള്ളതുകൊണ്ട് 3.5 കോടി തൊഴിൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ELI സ്കീമൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഇത്രമാത്രം തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നത്. അത് ആ നില കൂടെ പ്രശ്നമായിരിക്കും. നിർമ്മിത ബുദ്ധിയിലേക്കുള്ള മാറ്റമാണ് കമ്പനി ലക്ഷ്യമിടുന്നതെങ്കിൽ അത് TCS-ൽ മാത്രം ഒതുങ്ങുന്നു എന്ന് കരുതാനാകില്ല എന്ന് നമ്മൾ കാണണം. കൂടുതൽ കമ്പനികളും ആ പാത പിന്തുടർന്നേക്കും. മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് TCS-ലെ പിരിച്ചുവിടൽ എന്ന IT രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നതും അതുകൊണ്ടാണ്. നിർമ്മിത ബുദ്ധി യാഥാർത്ഥ്യമാണ്, അതിനെ ഇനിയും കൂടുതൽ സാധ്യതകളിലേക്ക് വികസിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് തന്നെ നമുക്ക് കാണേണ്ടി വരും.